ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് PSC 2017 മുതൽ PSC ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തിയാണ് ലൂയി 16. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ലൂയി 16 അവിടുത്തെ ചക്രവർത്തി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയർ, പ്രവാചകൻ റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്നതാണ് പെഡോളജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻലായും കൂടി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഉള്ള അതിർത്തി പ്രശ്നങ്ങളുടെ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന കരാറ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാക്കിയത്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിൽ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയർ. അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? സിന്ധു. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഒട്ടകം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. 1984 ഒക്ടോബർ 24 ഇന്ത്യയിൽ കൊൽക്കത്തയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ ആണ് കൊൽക്കത്തയിലെ മെട്രോ. 22.3 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ ഭാരതം എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥത്തിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. 1920 ആഗസ്റ്റ് 18 കാലിക്കറ്റിലാണ് ഗാന്ധിജി എത്തിയത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? പോർച്ചുഗൽ. പോർച്ചുഗലിൻ്റെ കോളനിയായിരുന്നു ഗോവ. ഗോവ കൂടാതെ ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസുകാരുടെ കോളനിയായിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശം ഡൽഹി. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് നെയ്യാർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്കാണ് നെയ്യാർ.
കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലമാണ് കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആര്? PT ഉഷ. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം നീണ്ടകര. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം കേരളം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുടെ ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണമേത്? അൽ അമീൻ. അബ്ദുർ റഹ്മാൻ സാഹിബിൻ്റെ പ്രസിദ്ധീകരണമാണ് അൽ അമീൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? വേല ചെയ്താൽ കൂലി കിട്ടണം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആക്ച്വലി മുഴക്കിയതാരാണ്? ശ്രീ വൈകുണ്ഠസ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ബാക്കി ഇതിൽ തന്നിരിക്കുന്ന 3 ഓപ്ഷനുകളും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മാധവ് ഗാഡ്ഗിൽ. 2009 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. 2011 മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യൻ നഗരമായ ഭിലായ് ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഇന്ത്യൻ നഗരമായ ഭിലായ് ഏതു വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഇരുമ്പുരുക്ക്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക്. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേവനാഗിരി ലിപി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കർ. ഗദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം വിപ്ലവം. ഗദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം വിപ്ലവം. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിംഗ് പ്രഭു. ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് കേഴ്സൺ. 1911 ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിംഗ് പ്രഭു. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ.
വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശ്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം സേവനാവകാശ നിയമം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. പമ്പ നദിയുടെ മറ്റൊരു പേരാണ് ബാരിസ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ AR രാജരാജവർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി D ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി D ഉദയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ആദ്യത്തെ പട്ടണം കോട്ടയം. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഏറ്റവും അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ച്. ഏറ്റവും ആദ്യം ഇന്ത്യ വിട്ട യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം DRDO. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് DRDO. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ശെന്തുരുണി. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ആണ് താലോലം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.